ഉണരു സിയോനേ, രാവും പകലു ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി ശൂലമിയെ പോൽ കാത്തിരിക്കാം നീ കാന്തൻ വരുമേ. ഉണരു സിയോനേ, ശൂലമിയെ പോൽ കാത്തിരിക്കാം നീ കാന്തൻ വരുമേ. ഉണരു സിയോനേ. ഞങ്ങളുടെ പ്രിയ ഭഗത്തുമുണ്ടായിരിക്കട്ടെ. ഈ ഉച്ചഭാഷയുടെ ശബ്ദപരിധിയിൽ അടുത്തും അകലെയും വീടുകളിലും വീതികളിലും ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്ക് വീണ്ടും ഈ ഭൂമിയിലേക്ക് പുനരാഗമിക്കുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഹൃദയമായ സ്നേഹവന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. യഹൂദന്മാർ അടയാളം ചോദിക്കുമ്പോൾ, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുമ്പോൾ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് മാനവരാശിയുടെ പാപപരിഹാരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പാപം നിറഞ്ഞ ഭൂമിയിൽ പാപമില്ലാത്തവനായി കടന്നു വരികയും 33 തിരുവയസ്സിൽ തന്റെ അവസാനത്തുള്ള രക്തവും കാൽവരി ക്രൂശിൽ തന്റെ കള്ളന്മാരുടെ നടുവിൽ ഏൽപ്പിച്ചു കൊടുത്ത് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്നേക്കും ഒരു ഫലവയാഗമായി തീർന്ന യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യത സ്വായത്തമാക്കുവാൻ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ എത്രയെത്രയോ വാർത്തകൾ നമ്മുടെ മനുഷ്യ മനസ്സാക്ഷിയെ വളരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. TV മാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ, നമ്മുടെ വിരൽത്തുമ്പുകളിലിരിക്കുന്ന സോഷ്യൽ മീഡിയ അടക്കമുള്ള ആ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നാം ഇന്ന് കണ്ണോടിക്കുമ്പോൾ എത്രയെത്രയോ ഹീനകരമായ, എത്രയോ പൈശാചികമായ സംഭവങ്ങളുടെ പരമ്പരകൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. പ്രിയമുള്ളവരെ, മൃഗമൊരിക്കലും മാനുഷികമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാറില്ലെങ്കിലും മനുഷ്യൻ പലപ്പോഴും മൃഗീയമായ സ്വഭാവങ്ങളിലേക്ക് ചെന്നെത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള അനേക സംഭവങ്ങളിലെ ഇന്ന് നമ്മുടെ മനസ്സാക്ഷിയെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഹീനകരമായ, മ്ലേച്ഛകരമായ, മൃഗതുല്യമായ അനേക സംഭവങ്ങൾ ഇന്ന് ഞാനും നിങ്ങളും കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. സാക്ഷരത കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ പോലും എത്രയോ ഹീനകരമായ വാർത്തകളാണ് നമ്മൾ കണ്ടുകെട്ടുകൊണ്ടിരിക്കുന്നത്. അറവശാലയിൽ കന്നുകാലികളെ അറക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തെ തുണ്ടം തുണ്ടമായി അറച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന അനേക സംഭവങ്ങൾ നമ്മൾ കണ്ടുകെട്ടുകൊണ്ടിരിക്കുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിലുള്ള കൂട്ടക്കൊലകൾ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കിക്കേ, എത്രയെത്രയോ കുടുംബങ്ങൾ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, നിരാശയുടെ അഗാധമായ ഗർത്തത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഏത് സ്ഥലങ്ങളിൽ പോയാൽ, ഏത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാൽ, എവിടൊക്കെ തീർത്ഥാടനങ്ങൾ നടത്തിയാൽ എന്റെ കുടുംബത്തിന് ഒരു സമാധാനമുണ്ടാകും, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന അനേക ആളുകളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, മനുഷ്യരത്വം സമാധാനത്തിന് വേണ്ടി വളരെയധികം പണം ചിലവഴിച്ചുകൊണ്ട് പല നേർച്ചകളും കാഴ്ചകളും തീർത്ഥാടനങ്ങളും പദയാത്രകളും മലകയറ്റങ്ങളും കർമ്മങ്ങളും ക്രിയകളൊക്കെ നടത്തിയിട്ടും അവന്റെ മനസ്സാക്ഷിവിനെയും അവനെ ആക്ഷേപിച്ചുകൊണ്ട് പിന്നെയും അവനെ പിന്നിലേക്ക് വലിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉയർത്തി കാണിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യമായ സുവിശേഷത്തിന്റെ സത്യമായ പരമാർത്ഥം ഞങ്ങൾ വിളിച്ചു പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: ലോകം തരാത്തൊരു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് നിത്യമായ സമാധാനമാണ്. ഒരു ദൈവത്തിന് സമാധാനം കൊടുത്താൽ ആർക്കും അതിനെ എടുത്തു കളയുവാൻ കഴിയുകയില്ല. സമാധാനമില്ലാതെ മനുഷ്യൻ പരക്കം മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകയാത്രയിൽ, സമാധാനമില്ലാതെ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് അതേ സ്തോത്രം വീണുകൊണ്ടിരിക്കുന്ന ഈ ലോകയാത്രയിൽ, പ്രിയമുള്ളവരെ, സമാധാനം തരുവാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഒരുപക്ഷെ ഈ ഉച്ചഭാഷയുടെ ശബ്ദപരിധിയിൽ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട്, പ്രിയ സുഹൃത്തുക്കളോട്, മാതാക്കളോട്, സഹോദരിമാരോട്, സഹോദരന്മാരോട് ഞങ്ങൾക്ക് ഓർപ്പിക്കുവാനുള്ള ഒരു കാര്യമുണ്ടെന്ന് മറ്റൊന്നുമല്ല. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു: മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഈ ഉലകത്തിൽ ഉദയം ചെയ്ത അനേക വീരശൂര പരാക്രമികൾ നമുക്കുണ്ട്. പക്ഷേ
അവരൊക്കെ ഈ ആറടി മണ്ണിൽ നീറിയൊടുങ്ങുമ്പോൾ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ലോകരക്ഷിതാവാണ്. യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. അന്ധകാര നിബിഡമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ഒരേ ഒരുവനേ ഉള്ളൂ, അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഒരുപക്ഷെ പാപത്തിന്റെ അഡിക്റ്റായി പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് രഹസ്യ പാപങ്ങൾക്കടിമയായി ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രമിക്കുന്നെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇന്ന് ഈ സമയത്ത്, ഈ വെയിലാറിയ സമയത്ത് ഈ സന്ദേശവുമായി ഇവിടെ കടന്നു വരുവാൻ ഞങ്ങളെ ഇടയാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ അതേ ജീവിതത്തിൽ നിരാശ അനുഭവിച്ചുകൊണ്ട് കുടുംബ പ്രശ്ന നിമിത്തം തകർക്കപ്പെട്ട വ്യക്തിയായി, മദ്യപാനത്തിന്റെ അടിമയായി, മയക്കുമരുന്നിന്റെ അടിമയായി ജീവിതത്തിൽ സന്തോഷം പ്രാപിക്കുവാൻ കഴിയാതെ നിരാശയുടെ അനുഭവത്തിലൂടെ ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ഒരു മദ്യമോ പുകവലയോ പാൻമസാലയോ മയക്കുമരുന്നോ ഒന്നും നിന്റെ ജീവിതത്തിൽ സമാധാനം നൽകി തരത്തില്ല, ഒന്നും നിന്നെ ലക്ഷ്യസ്ഥാനത്തിൽ കൊണ്ട് എത്തിക്കുകയില്ല. പ്രിയ സ്നേഹിത, നീ ഒന്നോർക്കുക, ജീവിതം ഒന്നേയുള്ളൂ, ഒരു നിത്യതയുള്ളൂ. എന്നാൽ ഈ ഭൂമിയിൽ നിന്റെ ജീവിതം എപ്രകാരമായിരിക്കുന്നു അപ്രകാരമായിരിക്കും നിനക്ക് സ്വർഗത്തിലൂടെയും നിത്യത ഒരുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ജനഭംഗുരമായിരിക്കുന്ന ഈ ലോകയാത്രയിൽ ജീവിതം ആസ്വദിച്ച് സുഖിച്ച് ഇവിടെ കൊണ്ടെല്ലാം തീരുന്നത് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ ചിന്ത ഒരു മിഥ്യയാണെന്നുള്ളൊരു സത്യം തിരിച്ചറിയണം. മറിച്ച് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനൊരു വാക്കുണ്ടത് മറ്റൊന്നുമല്ല, മരണത്തിനപ്പുറമുള്ളൊരു മരണാനന്തര ജീവിതമാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും. ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മരണത്തിനപ്പുറത്തൊരു മരണാനന്തര ജീവിതമുണ്ട്. എന്താ തെളിവെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ഈ ഉലകത്തിൽ ഉദയം ചെയ്ത ഉദയനക്ഷത്രമായ ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മരിച്ചിട്ട് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. ഇന്നും പാലിസ്തീന്റെ മണ്ണിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. നമുക്ക് കാണുവാൻ കഴിയും, ഉരുക്കുവല്ലുകൾ ഉലകം ചമച്ച അനേക വീരശൂര പരാക്രമികൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അവരുടെ എല്ലാം കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അത് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, അവരിവിടെ ഇല്ല, അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ സമയത്ത് യാതൊരു ലക്ഷ്യം കൂടാതെ അത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ അകത്തൊരു ആവേശം നൽകി തരുന്നത് എന്താണെന്ന് അറിയാമോ? ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നിന്റെ ഈ ലോകത്തെ ജീവിതം ക്ഷണഭംഗുരമാണ്. ഏറിയാൽ 80 എന്ന വിശുദ്ധ തിരുവെടുത്ത് പറയുമ്പോൾ അതിനപ്പുറത്ത് ജീവിച്ചെങ്കിൽ അത് കൃപയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊണ്ട് തീർന്നു പോകുകയില്ല. നിന്റെ ജീവിതം ഇതിനപ്പുറത്തൊരിക്കൽ നിനക്ക് ഒരു നിത്യത സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിലേക്ക് വരേണ്ട ഒരു സമയമുണ്ട്. ഒരുപക്ഷെ ഇന്ന് നീ ചെയ്യുന്നത് ആരും അറിയുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ ഭാര്യയ്ക്ക് ഭർത്താവിനെ പലതും മറച്ചു വെക്കാൻ പറ്റും, ഭർത്താവിന് ഭാര്യയെ പലതും മറച്ചു വെക്കാൻ പറ്റും, കുഞ്ഞുങ്ങൾക്ക് അപ്പനമ്മമാരെ മറച്ചു വെക്കാൻ പറ്റും. പക്ഷേ സകല ഹൃദയങ്ങളെയും ആരായുന്നവൻ, സകലതും അതേ കാണുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഒരു സത്യം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദേശം ഞങ്ങൾ ഇവിടെ വിളംബരം ചെയ്യുന്നത്. ഞങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് അത് പ്രിയമുള്ളവരെ, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇനിയും സമയമോ കാലമോ ഇല്ല. ഇങ്ങനെ തെരുവുകളിലും തെരിക്കോടുകളിലും ഉച്ചഭാഷികൾ കൊണ്ടുള്ള ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുവാനില്ലാത്ത ഒരു ഇരുണ്ട കാലഘട്ടം മനുഷ്യനെ കടന്നുപിടിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ യുവതലമുറകളെ നോക്കിക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളരെ പ്രതീക്ഷയോടെ വളരെ പ്രത്യാശയോടെയൊക്കെയാണ് ഹയർ സ്റ്റഡിക്ക് വേണ്ടി പറഞ്ഞയക്കുന്നത്. എന്റെ മകൾ നാളെ ഒരു നല്ല നേഴ്സായെങ്കിൽ, എന്റെ മകൻ നാളെ നല്ലൊരു ഡോക്ടറായെങ്കിൽ അതെനിക്കൊരു അഭിമാനമാണ്, എന്റെ ബുദ്ധിമുട്ട് മാറും, എന്റെ ഞെരുക്കം മാറും. വളരെ പ്രതീക്ഷയോടെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. പക്ഷേ ഞെട്ടിക്കുന്ന വാർത്ത പത്രത്താളുകളിലൂടെ, TV മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ തന്റെ മകൻ പിടിക്കപ്പെട്ടു പോലീസിന്റെ പിടിയിൽ. കടന്നു വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി
പേരിലായി കോടിക്കണക്കിന് വിലമതിക്കുന്ന MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, യൗവനക്കാരായ നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് എത്രയോ വലിയ മാഫിയ സംഘങ്ങളുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുള്ളത് മറ്റൊന്നുമല്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരയേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളും കാലൂന്നി നിൽക്കുന്നത്. പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരിയുടെ കുലത്തളം വരെ രണ്ട് കാട്ടുമരങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കപ്പെട്ട പച്ചമര കുരിശു ചുമന്നുകൊണ്ട് കർത്താവായി യേശുക്രിസ്തു വീണും പൊങ്ങിയും തലയോടിയിട എന്നറിയപ്പെടുന്ന ഗോൽഗോത്തയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ ഓടി വന്ന് മാറത്തടിച്ചു നിലവിളിച്ചുകൊണ്ട് അവന്റെ ആ കഷ്ടപ്പെട്ടതായ യാത്ര കണ്ടുകൊണ്ട് അലറി വിളിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചൊല്ലി കരയുകയും. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ദേശനിവാസികളെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. എല്ലാ നിലകളിലും മനുഷ്യനെ പാപത്തിന്റെ അടിമയാക്കിക്കൊണ്ട് ഈ ലോകത്തടക്കി വാഴുന്ന പൈശാചിക ശക്തിയുടെ മുഖത്തിനകത്ത് അമർന്നു പോകുന്ന യൗവനക്കാരായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ കരഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുഖകരമായ ഒരു ഭാവി കാണുവാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ എത്രയോ വാർത്തകളാണ് നമുക്ക് കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ഏറ്റവും അധികം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടിയൊത്തി വാടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ രാജ്യത്ത്. അനേക അർപ്പണങ്ങളും ബലിയർപ്പണങ്ങളും കർമ്മങ്ങളും ഒക്കെയും ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചില നാളുകൾക്കപ്പുറത്ത് ഈ കേരളക്കരയെ മുഴുവൻ ഞെട്ടിപ്പിച്ച അതിക്രൂരമായിരിക്കുന്ന സംഭവവികാസങ്ങൾ ഇന്നും മനസ്സിൽ മായാതെ നിലനിൽക്കുകയാണ്. നരബലിയും നരഭോജനമൊക്കെ മനുഷ്യരെ അന്ധകാരത്തിന്റെ അഗാധമായ ഗർഭത്തിലേക്ക്, അന്ധവിശ്വാസത്തിന്റെ ആഴമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. നിന്റെ പാപത്തിന് വേണ്ടി, നിന്റെ ശാപത്തിന് വേണ്ടി, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, നിന്റെ രോഗത്തിന് വേണ്ടി ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് ഈ താണഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി കടന്നു വരികയും തന്റെ 33 തിരുവയസ്സിൽ മനുഷ്യനായി ഭൂമിയിൽ പിറന്ന എല്ലാ ജനത്തിനും വേണ്ടിയും തന്റെ അവസാനത്തിലുള്ള രക്തവും കാൽവരി കൊടുത്ത എന്നേക്കും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മനുഷ്യനൊരു വീണ്ടെടുപ്പ് നൽകുവാനിടയായി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയരെ, രക്ഷ പ്രാപിക്കുവാൻ വേറെ വഴികളൊന്നുമില്ല. രക്ഷ പ്രാപിക്കുവാൻ വേറെ വഴികളൊന്നുമില്ല. ഒറ്റ വഴികയുള്ളൂ, അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. നമുക്കറിയാം, പുരാതന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ഋഷി മുനിവന്മാർ ജനതമനത്തിനായി നദിത്തടങ്ങളിലേക്ക് ഇറങ്ങി കൈക്കുമ്പിളിൽ കുറച്ച് വെള്ളം കോരിയെടുത്ത് അവർ തലയിലൂടെ ഒഴിച്ച് ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ, അസത്തോമ സദ്ഗമയ. ഇതിന്റെ അർത്ഥം ഇതാണ്: അന്ധകാരത്തിൽ ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ ഞങ്ങളെ മരണമില്ലാത്തടത്തേക്ക് നയിക്കണമേ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. ആർക്കാണ് മരണത്തിൽ നിന്ന് മരണമില്ലാത്തടത്തേക്ക് നയിക്കുവാൻ കഴിയുന്നത്? ആർക്കാണ് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നത്? ആർക്കാണ് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നത്? യേശു വിളിച്ചു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, ഇന്ന് പകൽക്കാലം ഞാനൊരു ക്രിസ്ത്യാനിയുടെ ക്രിസ്തുവിനെ എല്ലാം ഉയർത്തി കാണിക്കുന്നത് പറിച്ച തിരുവെടുത്ത് ആധികാരികമായി എഴുതി വച്ചിരിക്കുന്ന ആ വചനം ഇങ്ങനെയാണ്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവിടെ പണ്ഡിതരെന്നോ പാമരനോ ഇല്ല, കുചേരനോ കുബേരനോ ഇല്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല. ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ മാനവകുലത്തിന്റെ പാപത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി പരമയാഗമായി യേശുക്രിസ്തുവിനെ നീ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ഹൃദയത്തിനകത്ത് യേശുവിനെ സ്വീകരിക്കുവാൻ നീ താല്പര്യപ്പെട്ടാൽ, ഇന്ന് നിന്റെ വീട്ടിനകത്ത് രക്ഷ വന്നു എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടെ വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തരെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു
സന്ദേശത്തിലൂടെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. സർവ്വകൃപാലുവായ ദൈവം